ബാക്കിൽ തുങ് സൗർ ഗൈസ്. വീണ്ടും ഇവന്മാർ വന്നല്ലോ ഗൈസ്. ഇവന്മാരെന്നെ ജീവിക്കാൻ സമ്മതിക്കൂല. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അയ്യോ ബാക്കിൽ കുറേ ഉണ്ട് ഗൈസ്. അയ്യോ രക്ഷിക്കണേ. ഇവിടുന്ന് എണിച്ചിട്ട് പോവാം ഗൈസ്. ഇവിടുന്ന് പോവാ. ബാക്കിലുണ്ട് ഗൈസ്. ബാക്കിലുണ്ട്. കാറിൽ കയറി. അയ്യോ രക്ഷിക്കണേ. അയ്യോ ഇവരിതാ കാറിൽ കയറി ഇരിക്കുന്നു ഗൈസ്. ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനേ ഭയങ്കര കഷ്ടട്ടോ. അതോ ഗൈസ് വരുന്നുണ്ട് ഗൈസ്. അയ്യോ ഇപ്പൊ വരും ഗൈസ്. ഓക്കെ അയ്യോ കണ്ടില്ലേ ഗൈസ്, ഇവര് എയിലേക്കോ കയറി വരാണ്. ഓക്കെ ഇവരുടെ അടുത്ത് നിന്ന് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയാ. എടാ പട്ടേ ഇതാ ആക്രമിക്കിതാ. അയ്യോ എടാ പട്ടേ നീ എന്ത് കാണാനിരിക്കാടാ. അയ്യോ ഗൈസ് ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഹൾക്കിനെ വിളിച്ചാലോ? പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് ഫോൺ എടുക്കാൻ പോലും പറ്റില്ല ഗൈസ്. കാരണം എല്ലാവരും വരുന്നുണ്ട് ഗൈസ് എൻ്റെ ബാക്കിൽ തന്നെ. ഓക്കെ നമുക്ക് എന്തായാലും മുകളിൽ നിന്ന് എടുക്കാം. ഓക്കെ സോ നമ്മളങ്ങനെ ഹൾക്കിനെ വിളിക്കാൻ പോയാണ് ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ ഇതാ വിളിക്കാൻ പോവാണ് കേട്ടോ. സോ എന്തായാലും ഹൾക്കിനെ നമുക്ക് വിളിക്കാം. ചേട്ടാ ഇതിപ്പോൾ എന്താണ്ടേ എന്തോ വന്നിട്ടുണ്ടല്ലോ ഗൈസ്. ഇഫ് യു വാണ്ട് ടു കോൾ ഹൾക്ക് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഇതെന്താണ് ഗൈസ്? എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. സോ ഗൈസ് എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബിലേക്ക് ചെയ്തോട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഹൽക്കിനെ വിളിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ എന്തായാലും ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഹലോ ഹൽക്കേ. ജാക്കേ എന്താടാ? അതെ പിന്നെണ്ടല്ലോ ഇവിടെ ഒന്നും പറയാനില്ല ഹൽക്കേ. ഇവിടെ തുങ് സഹൂറില്ലേ? തുങ് സഹൂറാ. ഓക്കെ അവര് വന്ന് ഹൽക്കേ. എടാ അവര് പിന്നെയും വന്നോ? ഇവര് വീണ്ടും വന്നു. എനിക്ക് പറ്റൂല കേട്ടോ ഇത്. പ്ലീസ് ഹൽക്കേ, ഇത് എന്നെ കൊണ്ട് ഡീലാക്കാൻ പറ്റാത്ത കേസാണ്. ഓ ശരി ഞാൻ എന്താ വരുന്നു. പെട്ടെന്നൊന്ന് വാ. അതാ വരുന്നു. സോ ഗൈസ് അങ്ങനെ ഞാൻ ഹൽക്കിനെ വിളിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ ഗൈസ്, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഹൽക്കിനെ അങ്ങ് വിളിച്ചു. ഓക്കെ അയ്യോ ഗൈസ് ദോ ഇവരെന്നെ കാത്തുക്കാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഓടാം ഗൈസ്. ഓക്കെ ഇപ്പൊ ഇതാ ഹൽക്ക് വരുന്നവരെ നമുക്ക് ഇതാ ഇതിന്റെ ഉള്ളിൽ കൂടാട്ടോ. എടാ പൊട്ടാ നീ രക്ഷപ്പെടാൻ നോക്കടാ. ഓക്കെ ഗൈസ് ഇപ്പൊ സേഫായി. അല്ല ഇവന്മാർക്ക് എന്താണ് ഇവിടെ പണി? ഇപ്പൊ എന്നെ തന്നെ ഇവര് ജീവിക്കാൻ സമ്മതിക്കില്ലേ ഗൈസ്? ചേട്ടാ എനിക്ക് എപ്പോഴും ഇങ്ങനെ പണിയാണല്ലോ. ഇതാരാ? ഓ തുങ് സൗറാ. എന്താടാ നീ ഇവിടെ? അതെ ഹൽക്ക് വന്നല്ലോ. ആടാ ഞാൻ വന്നു. ഓ ഇവര് കൊറേ ഉണ്ടല്ലോ. അതെ ഗൈസ് ദാ ഹൽക്ക് വന്നിരിക്കാണ്. നമുക്കിതാ അറ്റാക്ക് ചെയ്യണ്ടേ? ആടാ വാടാ നിങ്ങള് അറ്റാക്ക് ചെയ്യടാ. വാ ഒരു മിനിറ്റ് ഹൽക്കേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? അതെ പിന്നുണ്ടല്ലോ ഞങ്ങളുടെ ബോസ് എന്നോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബോസോ? ആരാടാ അത്? അത് നമ്മളെ ബോസാണ്. ഓക്കെ അപ്പൊ എന്നോട് തല്ലുകൂടാൻ ആഗ്രഹിക്കുന്നതാണോ? ആണോ അല്ലേ? അതെ ഹൽക്കിനോട് ഇപ്പൊ തല്ലുകൂടാണോ എന്ന് പറഞ്ഞിരിക്കാണ്. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ ഇതിനാണോ നിങ്ങൾ ഇവിടത്തേക്ക് വന്നത്? അതിനാണ് നമ്മൾ ഇവിടത്തേക്ക് കഷ്ടപ്പെട്ട് വന്നത്. ഓ ശരി അപ്പൊ എന്തായാലും നിങ്ങള് മൂന്നാളേ ഉള്ളൂ? ഒരുത്തൻ വന്നിരുന്നു, അവനെ കാണാൻ പറ്റുന്നില്ല. അത് വിട്. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി പറട്ടോ എന്താന്ന് വെച്ചെങ്കിൽ ഞാന് ഫൈറ്റ് ചെയ്യാൻ റെഡിന്ന്. ഓക്കെ ഹൽക്കേ നമ്മളിതാ പോവാണ്. പക്ഷെ ഒരു മിനിറ്റ് ഒരാൾ പോരെ അത് പറയാൻ. ബാക്കി രണ്ടാള് പോട്ടെ. ബൈ. ഓക്കെ അപ്പൊ രണ്ടാള് പോയിട്ടുണ്ട്. അപ്പൊ നീ ഒറ്റക്ക് പോയി പറഞ്ഞു വാ. എടാ ഹൽക്കേ ഇങ്ങനൊന്നും ചെയ്യരുതടാ. നീ പോയി പറയാടാ. ഇതിനൊക്കെ ഞാൻ തരുന്നുണ്ടാ. നീ ഇന്നാ പിടിച്ചോ, ഇത് പിടിച്ചോ. എടാ നീ എന്നെ തല്ലുന്നോടാ. ഞാൻ എന്തായാലും ബോസിനോട് പറഞ്ഞു വരട്ടെ. നീ വാടാ, ബാക്കി ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. അതെ ബോസേ. എന്താടാ നീ പറഞ്ഞോ ഹൽക്കിനോട്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൽക്ക് പറഞ്ഞു ഓക്കെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത് മതിയടാ. പക്ഷെ ബോസേ അവര് നമ്മളെ ഇട്ട് തല്ലി. എന്റെ കൂടെ ഉണ്ടായ രണ്ടുപേരെ അവന് കൊന്നു. അത് ശരി, അവൻക്ക് അത്രക്കും ധൈര്യമായോ? ബോസ് ഇതിന് പ്രതികാരം വിടണം കേട്ടോ. ആടാ ഞാൻ അതിനല്ലേ യുദ്ധം വെച്ചിനത്. ശരി ബോസേ എന്തായാലും പോയിട്ട് വാ. ഓക്കേടാ യെസ്. അങ്ങനെ ഞാൻ ഹൽക്കിനെ ചാലഞ്ച് അക്സെപ്റ്റ് ആക്കി പിടിച്ചു. ഇനി അവനോടൊന്നും പോയി മുട്ടിയാ മതിയല്ലോ. ഞാൻ വരുന്നു ഹൽക്കേ. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യണമല്ലോ. ഇപ്പൊ പോയി മുട്ടിയാ ഞാൻ എന്തായാലും തോക്കും, അതിലെനിക്ക് ഉറപ്പാണ്. അപ്പൊ അവനെങ്ങനെ ഞാൻ തോപ്പിക്കണമല്ലോ. ശരി ഒരു കാര്യം ചെയ്യാം. സയന്റിസ്റ്റ് ഡാർക്കിനോട് പോയി കാര്യം പറയാം. അതെ സയന്റിസ്റ്റ് ഡാർക്കേ. ഇതാരാ തുങ് സഹൂറോ? അതെ സയന്റിസ്റ്റ്. എന്താടാ നീ ഇപ്പൊ വരാൻ കാരണം എന്താ? അതെ പിന്നുണ്ടല്ലോ ഞാനും ഹൽക്കും തമ്മിലൊരു യുദ്ധം നടക്കാൻ പോയാണ് കേട്ടോ. ഓ അത് ശരി അങ്ങനെയാണല്ലേ. അപ്പോ സയന്റിസ്റ്റ് ഹൽക്കിനെ തോപ്പിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു മരുന്ന് എനിക്ക് തരണം. അതിനെന്താ, ഞാൻ എനിക്കൊരു ഇഞ്ചക്ഷൻ തരാലോ. ഇത് പിടിച്ചോ. ഓ ഇതെന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? ജസ്റ്റ് നീ അവന്റെ ദേഹത്തേക്ക് പോയി കുത്തണം. ഓക്കെ അതിനുശേഷം
അതിനുശേഷം അവന് ഇപ്പോൾ ഉള്ളതിനേക്കാളും സൈസ് ചെറുതായിക്കോളും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോൽപ്പിക്കാല്ലേ? ആടാ, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അവനെ തോൽപ്പിക്കാം. അപ്പൊ താങ്ക് യു സയന്റിസ്റ്റ് ഡാർക്കെ. സോ ഗൈസ്, നിങ്ങൾക്ക് ഞാനാണോ ഹൽക്കാണോ ജയിക്കേണ്ടതെന്ന് കമന്റിൽ പറയണോട്ടാ. നമുക്ക് നോക്കാലോ ആയിരിക്കാണ് ഫാൻസ് അധികം. ദാ ഹൽക്കേ, ഞാൻ ദാ നിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹൽക്കേ, ആ നീ വന്നോടാ തുങ് സഹൂറിന്റെ ബോസ്. ആ നീ എന്താടാ പുച്ഛിക്കുന്നോ? അല്ലാണ്ട് പിന്നെ എന്താടാ, നീ വടിയുടെ കഷ്ണമാണോ? ആ അത്രക്കൊന്നും പുച്ഛിക്കണ്ടാട്ടോ. ഞാൻ പുച്ഛിക്കോടാ, നിനക്കെന്താ? ആ എന്നാതാ ഇത് പിടിച്ചോ. ആ നീ എന്താടാ എന്നെ കുത്തിയേ? ആ അത് നിനക്കിപ്പോ മനസ്സിലായിക്കോളും. ഓ ഇതെന്താ, ഞാൻ ചെറുതായല്ലോ. ആ അതാടാ നിനക്ക് മനസ്സിലാവുന്ന് പറഞ്ഞത്. ഞാൻ കുത്തിയത് നീ ചെറുതാവുന്ന ഒരു മരുന്നാണ്. ഹെഡോ കൊള്ള തുങ് സഹൂറ, ഇന്നാ പിടി ഇന്നോ. തല്ലല്ലേ ഹൽക്കേ, നീ വെയിറ്റ് ചെയ്. ആ എന്താടാ, നിനക്ക് എന്താ പറയാനുള്ളത്? ഇന്നാ ഇത് പിടിച്ചോ. എടാ നീ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റൂലടാ. നീ വെറും ഒരു മണ്ടൻ. അങ്ങനെ ഹൽക്ക് തീർന്ന്. ഇനി ഞാൻ ഈ നാട് ഭരിക്കാൻ പോയാണ്. അല്ല ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെയാ ചെറുതായ? അയ്യോ ഹൽക്കോ. ആടാ നീ എന്താ പറഞ്ഞത്? നീ നാട് ഭരിക്കാൻ പോകുകയാണെന്നോ? നീ എന്താടാ ചെയ്തത്? നിന്നെയല്ലേ ഞാനിപ്പോ കൊന്നത്. ഇല്ലടാ, നീ ഇപ്പൊ കൊന്നത് വെറും എന്റെ ഒരു ഡമ്മീനെ മാത്രം. നീ എന്താടാ ചെയ്തത് ഇപ്പൊ എന്നെ? ആ നീ എന്നെ ചെയ്യാൻ നോക്കിയത്, ഞാൻ നിന്നെ ചെയ്തു. എടാ കള്ള. ആ എന്താ? എടാ നിനക്ക് മാത്രല്ലടാ സയന്റിസ്റ്റ്, നമ്മൾക്കുണ്ടടാ സയന്റിസ്റ്റ് ഒക്കെ. അതെയാണല്ലേ കള്ള ഹൽക്കേ, നീ എന്നെ ചതിച്ചല്ലേ? ചതിച്ചത് ഞാനാണോ? നീയല്ലേ? നീ പോടാ അവിടുന്ന്. ഓ അയ്യോ, രക്ഷപ്പെട്ടോ. അയ്യോ ഞാനിനി ഈ വഴിക്ക് വരില്ല. അങ്ങനെ തുങ് സഹൂർ പോയി. എന്തായാലും ഈ യുദ്ധത്തില് ഞാൻ ജയിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ദേ ജാക്കേ, തുങ് സഹൂറൊക്കെ പോയി കേട്ടോ. അത് നമ്മളെ ഹൽക്ക് പറഞ്ഞ ശബ്ദമല്ലേ നമ്മൾ കേട്ടത് ഇപ്പോൾ? തുങ് സൗർ പോയെന്നോ? ഇത്ര പെട്ടെന്നോ? ഹൽക്കേ, തുങ് സൗർ പോയെന്നോ? അടാ തുങ് സഹൂർ പോയിട്ടോ. സോ ഗൈസ്, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.